ശ്രീ കേദാര ഗൗരി അമ്മാന്റെ ചരിത്രം. കേദാര ഗൗരി എന്നത് പാർവതി ദേവിയുടെ ഒരു രൂപമാണ്. കേദാരം എന്നത് ശിവനെ സൂചിപ്പിക്കുന്നു, ഗൗരി എന്നത് പാർവതിയെ സൂചിപ്പിക്കുന്നു. ശിവനെ ആരാധിക്കുന്നതിനായി പാർവതി വ്രതമനുഷ്ഠിച്ചതിനാലാണ് ഇത് കേദാര ഗൗരി വ്രതം എന്നറിയപ്പെടുന്നത്. വ്രതത്തിന്റെ പ്രാധാന്യം. കുടുംബ ഐക്യം. കുടുംബ പ്രശ്നങ്ങളുള്ളവർ ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ കുടുംബ ഐക്യവും സമ്പന്നമായ ജീവിതവും നേടുമെന്നാണ് വിശ്വാസം. ഫലങ്ങൾ. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹവും അടുപ്പവും വർദ്ധിക്കും. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുടെ അനുഗ്രഹം ലഭിക്കും. ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുകയും എല്ലാവിധ നന്മകളും ലഭിക്കുകയും ചെയ്യും. വ്രതം അനുഷ്ഠിക്കുന്ന രീതി. കേദാര ഗൗരി വ്രതം പൊതുവെ 21 ദിവസം അനുഷ്ഠിക്കുന്നു. ദിവസേന രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്മനെ ആരാധിക്കണം. വ്രതകാലത്ത് മാംസം, മത്സ്യം, മുട്ട എന്നിവ ഒഴിവാക്കണം. പൂജ ചെയ്യുമ്പോൾ അമ്മന് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ, പഴങ്ങൾ, നൈവേദ്യം എന്നിവ സമർപ്പിക്കണം. അമ്മനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രധാന കുറിപ്പ്. ഇത് ഒരു ആത്മീയ വിശ്വാസമാണ്. ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ച് ഈ വ്രതം അനുഷ്ഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂട്യൂബ് കേദാര ഗൗരി വ്രതം @മരിമ്പലനകൾ. ശ്രീ വരദരാജ സെൽവവിനായകർ ആലയം കേദാര ഗൗരി വ്രതം. കുറിപ്പ്. ഇത് ഒരു സംക്ഷിപ്ത വിവരണമാണ്. കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് മുകളിൽ പറഞ്ഞ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. നിങ്ങൾക്ക് മറ്റേതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. മറ്റേതെങ്കിലും തമിഴ് വിഷയങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തമിഴ് സാഹിത്യം, തമിഴ് സിനിമ, തമിഴ് സംസ്കാരം, തമിഴ് ദേവതകൾ, തമിഴ് പഴമൊഴികൾ, തമിഴ് ഭക്ഷണം. നിങ്ങളുടെ താൽപ്പര്യം അറിയിക്കുക. Note: As an AI language model, I cannot perform actions in the real world like setting alarms or timers.